കുടയോളം ഭൂമി കുടത്തോളം കുളിര് താരം വാൽക്കണ്ണാടി നോരും തളിരും മിഴിപൂട്ടി താഗോരെ മറുതീരം പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ തിരുമാരൻ കാവിൽ അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ. അങ്ങനെ KPSC ലളിത് കല്യാണം കഴിച്ചതിന് ശേഷം KPSC ലളിതോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതേ ഐഡിയ പറയും, ചെറിയൊരു സ്പാർക്ക് ആയിരിക്കും പറയുന്നത്. ഒരു ചെറിയ ഗ്രാമം, അവിടെ ഇങ്ങനെ ഒരു നാടോടിയായിട്ടൊരു പയ്യനും ഗ്രാമത്തിലെ ഒരു ചായക്കടക്കാരി, അങ്ങനെ ചെറിയ നിഷ്കളങ്കരായ കഥകളും അങ്ങനെയൊക്കെയുള്ള അവിടെ ഒരു സർക്കസ് വരുമ്പോൾ അതിന് ഈ സർക്കസുകാരും ഇവരും തമ്മിലുള്ളൊരു സംഘർഷമാണ്. പുറത്തു നിന്ന് ഇവർ തമ്മിലുള്ള ആ ആശയപ്രശ്നങ്ങൾ അത് വളരെ വ്യത്യസ്തമായത്. അപ്പം ചോദിച്ചു, ഇതൊക്കെ എടുത്താൽ വിജയിക്കുമോ? വിജയിപ്പിക്കണം. നമ്മളങ്ങനെ മലയാള സിനിമയുടെ ആസ്വാദന നിലവാരം നമ്മൾ വേണം മാറ്റിയെടുക്കാൻ. അങ്ങനെ പക്ഷെ അതിന് എവിടുന്ന് പൈസ? അതും വീണ്ടും ഇത് കണക്ക്. ഇപ്പം ബഹദൂർ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു, സുപ്രിയയുടെ ഒക്കെ ആയിട്ട് ബന്ധം ബഹദൂറിനെ പരിചയം ഉണ്ടായിരുന്നു. ബഹദൂർ നമുക്ക് ചെയ്യാം. അങ്ങനെ ബഹദൂറിൻ്റെ ഒരു ആളാണ് അമീർ എന്നൊരാൾ. അയാൾ കുറച്ച് പൈസ കൊടുക്കും, വേറെ സുഹൃത്തുക്കൾക്ക് പൈസ കൊടുത്തിട്ട് ഈ പടം വളരെ കഷ്ടിച്ച് അങ്ങനെ ആരവം പടം റിലീസായി. പക്ഷേ ആരവം അത് നമുക്കറിയാം, പ്രതാപ് പോത്തനും നെടുമുടിയും തമ്മിൽ അഭിനയിച്ചിരുന്നെങ്കിലും പ്രതാപ് പോത്തൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണിത്. അങ്ങനെയാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ആരവം അത് പിന്നെ MG രാധാകൃഷ്ണൻ മ്യൂസിക്കിൽ നാടൻ പാട്ടും ജില്ലം ജില്ലം തുള്ളട തുള്ളട കോനാര എന്നുള്ള പാട്ട് നിങ്ങൾക്ക് ഓർമ്മയാണ്, അതൊക്കെ അതിലെയാണ്. പക്ഷേ 7 നിലയുള്ള ചായക്കട എന്നൊക്കെ ഉള്ള പാട്ട് നിന്റെയല്ലേ? എന്റെ കെട്ടിയവനെ നീ ഇവിടെ പിടിച്ചു വെച്ചിരിക്കയല്ലേ? എടി, അനാവശ്യം പറഞ്ഞാൽ വായിലെ പല്ല് ഞാൻ എടുക്കും. പക്ഷേ ഈ പടവും ജനം സ്വീകരിച്ചില്ല. അതോടെ ഭരതന് ഭയങ്കര നിരാശയായി. കാര്യം അതൊരുപാട് കടമായി. KPSC ലളിത് അഭിനയിക്കുന്ന പടങ്ങൾ മൊത്തം കടം വീട്ടാൻ ഉപയോഗിച്ചു, കടക്കാർ വന്നു കൂടി. അങ്ങനെ പ്രശ്നം, അദ്ദേഹം നിരാശനായി. എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കുറേ നാൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേർത്തലക്കാരനായ ബാബു എന്നൊരാൾ വരുന്നത്. അയാൾക്ക് ഭരതൻ്റെ ഭയങ്കര ആരാധകനാണ്. അയാൾ പറഞ്ഞു, ചേട്ടൻ വെറുതെ നമുക്കൊരു പടം ചെയ്യണം. പടവും ചെയ്ത് എൻ്റെ പടം ഒന്നും വിജയിക്കത്തൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു പടം എടുക്കണം എന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പത്മനാഭൻ വീണ്ടും പറഞ്ഞു, നീ എങ്ങനെ നിരാശനായിരിക്കുക, നമുക്ക് എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ തകര അവിടെ എടുക്കുന്നത്. ചെറിയൊരു സ്പാർക്കാണ്. ഇങ്ങനെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ, മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അതും ഒരു നായിക, ഇങ്ങനെ രണ്ടുപേരെ കഥ ഒരു ഓൺലൈനിൽ പറഞ്ഞു തീർക്കാവുന്ന കഥ. പക്ഷെ ഭരതൻ്റെ മികവാണ്. ആ ചിന്താശക്തിയിലൂടെ ആ പടം ഒരു ഭയങ്കര കാവ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ബാബു അദ്ദേഹം വലിയൊരു വ്യവസായിയുടെ മകനാണ്. പക്ഷെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല മകൻ പടത്തിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ സിനിമ താല്പര്യമുള്ളൊരു നിർമ്മല. അപ്പം അവരും ഈ ഭരതൻ മദ്രാസിലൊക്കെ ജീവിച്ചുകൊണ്ട് അവർക്കറിയാം. പക്ഷേ അവർ പൈസ മുടക്കി ഈ പടം ഏതായാലും തുടങ്ങി. ആ പടം ഭയങ്കര കഷ്ടമായി. പടം തീർന്നു. സുരേഖ നന്നാടി. അപ്പം ബാബുവിനടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് പുതുമ കൊമേഴ്ഷ്യൽ താരങ്ങളൊന്നും വെക്കരുത്, കാരണം എൻ്റെ കൂടുന്ന 2 താരങ്ങൾ പ്രതാപ് പോത്തനും നെടുമുടി വേണം, അവരെന്നെ ആശ്രയിച്ച് നിൽക്കുന്നത്, അവരെ ഇല്ലാതെ പടം എടുക്കരുത്. ബാബു പറഞ്ഞ് ചേട്ടന് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിനെ വെച്ചോന്ന് പറഞ്ഞു. അപ്പം പടം വിജയിക്കുന്ന ഉറപ്പില്ല. അങ്ങനെ പടം പൂർത്തിയായി. എന്നിട്ട് കണ്ടു പലരെയും കാണിച്ചിട്ടൊന്നും പടം എടുക്കാൻ തയ്യാറായില്ല. അവസാനം അത് നിരാശനായി. എന്ത് ചെയ്യും? പടം കാണിപ്പം ഓരോ തിയേറ്റർ ഷോ കാണിക്കും നടന്നിങ്ങനെ വരിക. അങ്ങനെ നിരാശനായിരിക്കുമ്പോൾ ഹരിപ്പോത്തൻ ഇവിടുന്ന് ഈ ഷോ കാണാൻ അദ്ദേഹം തോന്നിക്കോളും. അദ്ദേഹം അന്നേരം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഭരതനോട് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം താനേ പടത്തിൽ വന്ന് തൻ്റെ അനിയൻ ഈ പടത്തിൽ കൊണ്ടുവന്ന് ഭരതനോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അനിയനെയും കൂടി ചീത്തയാക്കുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ പടം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് കുറച്ച് വെച്ച് നമുക്ക് മുതലാക്കാം. അങ്ങനെ ഭരതനെ വിളിക്കുകയും ഒന്നും കൂടെ ഷോ സംഘടിപ്പിക്കുകയും ഹരിപ്പോത്തൻ കണ്ടിട്ട് പറഞ്ഞു,
ഇത് ഒരു വ്യവസ്ഥ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി നിങ്ങൾ 5 വിഷ തരത്തില്ല, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുമോ? ശരി, ഭാരതന് എങ്ങനെയെങ്കിലും പടം തിയേറ്ററിൽ കണ്ടാൽ മതി. അങ്ങനെ അയാൾ പ്രിന്റിൻ്റെയും പബ്ലിസിറ്റിയുടെയും പൈസ പോസ്റ്ററൊക്കെ പറയാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തു, അതിൻ്റെ പൈസ മാത്രം മുടക്കി അങ്ങനെ ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ ഇതാപാരമായ കളക്ഷൻ, ബോക്സ് ഓഫീസ് തകർത്ത് കൊണ്ടുകൂടി. കുടയോളം ഭൂമി കുടത്തോളം കുളിര് മൗനമേ എന്നൊരു പാട്ട്, അങ്ങനെ സുരേഖയും പ്രതാപോത്തനും മേനോനും അങ്ങനെ എന്ന് വേണ്ട KPS എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു ചെറിയ ചിത്രം മലയാള സിനിമാ വേദിയുടെ ഒരു ചരിത്രമായി മാറുകയായിരുന്നു. കുടയോളം ഭൂമി കുടത്തോളം കുളിര് കുളിരാം കുരുന്നിലെ ചൂട് നുരയിടും പതയിടും നുര തിരമാല പെണ്ണിന്റെ ചേല്. അതല്ലേ ചോദിച്ചത്, വല്ലതും കിട്ടിയോന്ന്. ഈ തകരയ്ക്ക് നാണോ മാനോ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്നും ഇങ്ങനെ ആ ആശാരിക്ക് വെറുതെ പലവിലൊന്നും കൊടുക്കാൻ നടക്കുവോ? ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും മലരിൽ കുളിരായി നിറമായി ഒഴുകും ദുഃഖം എന്നും നിന്നെ തേടി വരും. കടലുകരിയുന്ന വിശപ്പ്. ഈ തകരയുടെ വയറ്റിൽ എന്തോന്നാ, കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? അതോടുകൂടി ഭരതൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിട്ട് മാറി. പിന്നെ ഭരതന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. പക്ഷേ അപ്പോഴും നമ്മൾ തുടക്കകാലത്തും ഇങ്ങോട്ടുള്ള വരവിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. അതുകൊണ്ട് ഫ്രെയിമുകൾക്കൊരു ബ്യൂട്ടിയാണ്. എവിടെ എന്ത് വേണമെന്ന് അദ്ദേഹം പറയും. എന്ത് സബ്ജക്റ്റാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ഒരു കഥ കിട്ടിയിട്ട് അത് സിനിമയാക്കല്ല. അദ്ദേഹം പറയും എനിക്ക് മനസ്സിലൊരു സിനിമ വേണം. ഉദാഹരണമായിട്ട് ഒരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ എന്താ കടലിൻ്റെ പശ്ചാത്തലത്തിൽ? അത് ഇതുവരെ വരാത്തൊരു ചിത്രമായി, കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിങ്ങനെ ആയിരിക്കണം, വെള്ളത്തിൻ്റെ ചിത്രം ഇങ്ങനെ കഥാപാത്രം അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥാകൃത്തിനെ കണ്ടെത്തി കഥാകൃത്തോട് തൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് തിരക്കഥ റെഡിയാക്കിയിട്ടാണ് ഷൂട്ടിങ്ങിന് വരുന്നത്. അതാണ് ഭരതൻ ടച്ച് എന്ന് ആ കാലങ്ങളിൽ ഒരു പേരുണ്ടായിരുന്നു, ഭരതസ്പർശം. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഒരു കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ട് സീനുകളിലും ഓരോ ഡ്രസ് കോമ്പറ്റീഷനിലും നമുക്ക് ഉദാഹരണം എടുത്ത് പറയാൻ ചാമരം എന്നൊരു സിനിമയുണ്ട്. അതിൽ നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവത് വീഥിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. അന്നൊക്കെ ഈ മലയാള സിനിമ പാട്ട് സീനിലൊക്കെ കോൺട്രാസ്റ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ വെള്ള, മഞ്ഞ, പച്ച, മഞ്ഞ, ചുമപ്പ്, വേറെന്തെങ്കിലും. പക്ഷെ ഭരതൻ അതിനകത്ത് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്, അല്ലെ ആ നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പച്ച കളറിൽ പച്ച ഈ ഇലകളുടെ ഇടയ്ക്കിടെ പച്ച സാരിയും പച്ച ബ്ലൗസും ഇട്ട് സറീന പോകാൻ നടന്നു നിങ്ങനെ ഷോട്ടുണ്ട്. അന്ന് ഒരു മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ്. അപ്പോൾ കളർ കോമ്പിനേഷൻ തന്നെ അദ്ദേഹം നിയമങ്ങളിൽ ലംഘിക്കുന്നുണ്ട്. അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകൾ അങ്ങനെ ആയിരുന്നു. ഓരോ ഫ്രെയിമിലും എങ്ങനെ വരും എന്നുള്ള സ്റ്റോറി ബോർഡ് തയ്യാറാക്കും അദ്ദേഹം. അത് ജോൺ പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മിന്നാമിനിങ്ങനും ഉറങ്ങോട്ടും എന്നൊരു കഥ. മുഖപടം തെല്ലുരുക്കി അല്ലിയാമ്പൂവിനെ തൊട്ടുണർത്തി ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. എല്ലാരെക്കാളും മുമ്പേ എത്താറുള്ള മേൻ എന്താ ഇന്നിത്ര വൈകിയത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? ഒന്നുമില്ല. ഇന്ന് കോളേജിൽ വെച്ച് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടു, ഒരു ജോസഫ്. ഇപ്പൊ ഇവിടുത്തെ പ്രൊഫസറാ. മാഷിന്റെ മോളാണോന്ന്.
അത് അവര് സ്ക്രിപ്റ്റൊക്കെ എന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ എടുക്കും. ജോൺ പോൾ കൂടെ താമസിച്ചിട്ട് ചിലപ്പോൾ വഴക്കൂടി ജോൺ പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അവസാനം ലളിത ചേച്ചി എന്തേ വഴക്ക്, അതൊക്കെ ഇങ്ങനെ തന്നെ. ആ സ്ക്രിപ്റ്റ്, അതിന്റെ ചലനങ്ങൾ, കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ, അത് രണ്ടുപേരും കൂടെ മാനസിക വ്യാപാരങ്ങൾ ഒടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മളൊരു പൊടി കുട്ടിയെ താല് വലിച്ച് തറയെ വീഴാതെ അതിനെ വളർന്ന് കൊണ്ടുവരുന്ന പോലാണ് ഇവരൊരു തിരക്കഥയെ വളർത്തിയെടുക്കുന്നത്. ജോൺ പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭരതനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. സുഹൃത്താന്ന് നോക്കത്തില്ല, ആരും നോക്കത്തില്ല. വേണ്ടെന്ന് തന്നെ പറയും, വേണമെന്നുള്ള ശഠിക്കുകയും ചെയ്യും. അതുവരെ എഴുതണം അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ അങ്ങനെ വേണം. അതാണ് ഒരു നിഷ്ഠ എന്ന് പറയുന്നത്.